ഹായ്, ഞാൻ വിദ്യ. ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ കമൽ പാർക്കിൽ പോകുന്നത്. പക്ഷേ ഞാനിതൊരു വീഡിയോ കണ്ട പോലെ ടോയ് ട്രെയിനിലും ബോട്ടിങ്ങിലും ഒന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഇതിലെല്ലാം കയറുമെന്ന് പറഞ്ഞ് തലേന്നേ പ്ലാൻ ചെയ്തു നേരത്തെ അങ്ങ് ചെല്ലണമെന്ന്. പക്ഷേ ആ പക്ഷേലുണ്ട് എല്ലാം. ഞങ്ങൾ റെഡിയായി വീടിനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് ചെന്നപ്പോഴത്തേക്ക് 2 മണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, ഇച്ചിരി എനർജിക്ക് ഒരു ഷേക്കും ഒരു എഗ് റോളും മേടിച്ച് ഞങ്ങൾ പാർക്കിലേക്ക് കയറി. പാർക്കിലെ വൈബ് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ ആക്ടിവിറ്റീസിൻ്റെ കാര്യം മറന്ന് അവിടെ കുറച്ച് നേരം റിലാക്സ് ആകാനിരുന്നു. വേദ് പിന്നെ അവിടെ കുറേ ചേച്ചിമാരുടെ ഗ്യാങ് ഉണ്ടായിരുന്നു. അവൻ പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നില്ല, അവരുടെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. അങ്ങനെ ഞങ്ങളൊന്ന് റിലാക്സ് ആയി വരുമ്പോൾ അതേ വരുന്നു കാറ്റും മഴയൊക്കെ. പിന്നെ ഞങ്ങൾ ഓടിയൊരു മരത്തിനടിയിൽ പോയി കുറച്ച് നേരം നിന്ന്. മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ആ കണ്ട വഴി കൂടെ നടന്നു ചെന്നത് ഗവൺമെൻറ് മ്യൂസിയത്തിൽ. ഞങ്ങളുടെ പ്ലാനിൽ തീരെ ഇല്ലാത്തൊരു കാര്യമായിരുന്നത്. ആ മ്യൂസിയത്തിൽ കയറി നമുക്ക് റിഗ്രറ്റ് ഇല്ല, കാരണം അതുപോലെ നല്ല കാര്യങ്ങളും ഫിസിക്സും സയൻസും എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. അത് കണ്ട് എന്നെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്ത ആളാണ് ഗ്ലേട്ടനും വേദു. കബൻ പാർക്കിൽ വരുന്നവരെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ബോട്ടിങ്ങും ഈ ടോയ് ട്രെയിൻ എല്ലാം കബൻ പാർക്കിൽ തന്നെയാണ്. പക്ഷേ അല്ല, ഇതെല്ലാം ഡിഫറൻറ്റ് സ്പോട്ടിലാണ്, അടുത്തടുത്താണെന്നേ ഉള്ളൂ. ബാലുഭവനിലാണ് ടോയ് ട്രെയിൻ ഉള്ളത്, അതുപോലെ അക്വേറിയം ഉണ്ട് അടുത്ത്, അതുപോലെ ഗവൺമെൻറ് മ്യൂസിയം ഉണ്ട്, ഈ ലൈബ്രറി ഉണ്ട്. ഇതെല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ രാവിലെ വരണം. രാവിലെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ വീക്ക് ഡേ വന്നാൽ മതി, അതാകുമ്പോൾ അത്ര തിരക്കില്ല. കാരണം വീക്കെൻഡിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ തിരക്കാണെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ക്യൂ കുറച്ച് നിൽക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാവിലെ തന്നെ വന്ന് ആക്ടിവിറ്റീസും ബോട്ടിങ്ങും അക്വേറിയം ലൈബ്രറിയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് മാത്രം പാർക്കിൽ വന്ന് റെസ്റ്റ് എടുത്താൽ മതി. പിന്നെ ഇതെല്ലാം അടുത്തടുത്താണല്ലോ, ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണേ വേണേൽ നമുക്ക് ഇടയ്ക്കും പാർക്കിനകത്ത് കയറാമല്ലോ. അവിടെ എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷേ ഈ അക്വേറിയം ലൈബ്രറി മ്യൂസിയത്തിലൊക്കെ നമുക്ക് എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ ഒന്നിപ്പഴിച്ച 4 എന്നാണല്ലോ, നമുക്ക് അടുത്ത തവണ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ട് വീഡിയോ ഇടാം. അപ്പോൾ എന്തായാലും ഇത്തവണ എനിക്ക് ടോയ് ട്രെയിനും ബോട്ടിങ്ങൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അടുത്ത തവണയെങ്കിലും വരാമെന്ന് വെച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ മെട്രോ പിടിച്ച് വീട്ടിലേക്ക് പോയി.